ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്ക് സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായി കഴിഞ്ഞ ദിവസം നോക്കി നിർത്തിയ ചോദ്യം, ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനം സെബി എന്നൊരു ചോദ്യം നോക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിച്ചത്. അതിന്റെ തുടർഭാഗത്തിലേക്ക് നമ്മൾ ഇതാ പോകാൻ നമ്മുടെ ക്ലാസ്സിലേക്ക്. സെബിയുടെ പ്രഥമ ഫുൾ ടൈം ചീഫ് വിജിലൻസ് ഓഫീസർ ആർത്തി ചബ്ര ശ്രീവാസ്തവയാണ് സെബിയുടെ പ്രഥമ ഫുൾ ടൈം ചീഫ് വിജിലൻസ് ഓഫീസർ. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാണ്. സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദമാണ് റാലി. സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദം റാലി. വിപണിയിൽ തുടർച്ചയായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ മാർക്കറ്റ് റാലി എന്ന് പറയുന്നു. മസാല ബോണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഓഹരി വിപണികളിൽ വിദേശ നാണയത്തിലല്ലാതെ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതാണ് മസാല ബോണ്ട്. മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, KIIFB. വിദേശ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചത് എന്ന് 2019 മാർച്ച് 26. 2019 മാർച്ച് 26 കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചത്. കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചത് 2019 മാർച്ച് 26. മസാല ബോണ്ടുകളുടെ കാലാവധി 2024 മാർച്ച് 29 വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978 ആണെങ്കിൽ കൊച്ചിൻ ഓൺലൈൻ ട്രേഡിംഗ് നിലവിൽ വന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് വന്നത് 1997 ഗെറ്റ് ഇൻഫോ. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ്. പ്രാഥമിക വിപണിയിൽ നേരത്തെ പുറത്തിറക്കിയ ഓഹരികളാണ് ദ്വിതീയ വിപണി അഥവാ റെക്കോർഡ് മാർക്കറ്റ്. ദീർഘകാല മൂലധനത്തിനു വേണ്ടി കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമുള്ള വിപണിയാണ് മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാല ഫണ്ടുകൾ കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമുള്ള വിപണിയാണ് പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ്. മൂലധനം കൈവശം വച്ചിരിക്കുന്നവരിൽ നിന്നും മൂലധനം ആവശ്യമുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിലും സമാഹരിക്കുന്നതിലും പ്രത്യേകം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ധനകാര്യ മധ്യവർത്തിയാണ് മർച്ചന്റ് ബാങ്കർ എന്ന് പറയുന്നത്. ട്രഷറി ബില്ലുകൾ ക്രയവിക്രയം നടത്തുന്ന വിപണി ട്രഷറി ബിൽ മാർക്കറ്റ്. ട്രഷറി ബില്ലുകൾ ക്രയവിക്രയം നടത്തുന്ന വിപണിയാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി RBI പുറപ്പെടുവിക്കുന്ന ഹ്രസ്വകാല പ്രോമിസറി നോട്ടുകളാണ് ട്രഷറി ബില്ലുകൾ. അത്യാധികമായി പ്രത്യേക വൈദഗ്ധ്യവും പ്രായോഗികതയും ആവശ്യമുള്ള ഊഹ കച്ചവട പ്രവർത്തനം ആർബിട്രേജ് എന്ന് അറിയപ്പെടുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് കൺട്രീസ്. ടൊറോണ്ടോ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാനഡയാണ്. NASDAQ നാസ്ഡാക്ക് USA, ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചൈന, ഷെൻസൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചൈന, 6 സ്വിസ് എക്സ്ചേഞ്ച് സ്വിറ്റ്സർലാൻഡ്, B3 ബ്രസീൽ, JSE ലിമിറ്റഡ് സൗത്ത് ആഫ്രിക്ക. കൂട്ടുകാരെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുവരേക്കും. സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.